तुषारकान्तिजितवारितदारितारे श्रीकान्तकान्तमुखपङ्कजचक्रपाणे आकांक्षितप्रदसदा शरणागतानां श्रीवातमन्दिरपते तव सुप्रभातम्. ജോലിയൊന്നും ആയില്ലേ? എന്താ വരുന്നേ? ഒരു 5 വെള്ളിയാഴ്ച ദേവിയുടെ നടക്കാൻ മുടങ്ങാതെ തീയതി. പിന്നെ നീരാഞ്ജലി നടത്തും. ശരിയായിക്കോളും. എന്താടാ ഇപ്രാവശ്യം നീ അമ്പലത്തിൽ വായനക്കില്ല? അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ അത്? എടാ കഴിഞ്ഞ സപ്താഹം ഇവിടെ വായിച്ചാരാ? പള്ളിക്കലും പാവുമ്പോ ഒരു 11:30 ആയപ്പോഴത്തേക്ക് ഞാനിങ്ങ് വന്നു. ഞാൻ വന്ന് വായന കേട്ട് ഞാൻ മണ്ഡപത്തിൽ കയറി ഇങ്ങനെ നിൽക്കുക. കൈയും കെട്ടി നിൽക്കുമ്പോ ഇവർക്ക് മൂത്രം ഒഴിക്കാനോ എന്തോ പോണം, ആരെങ്കിലും പുസ്തകം ഒന്നേൽപ്പിക്കണം. നോക്കുമ്പോ ഞാൻ പറയും നമ്മളൊന്നും അല്ലല്ലോ. പാവുമ്പോ എന്നോട് കണ്ണുകൊണ്ട് വായിക്കുവോന്ന്. ഞാൻ അല്ലെന്നും അല്ല ആനെന്നും അല്ല എന്ന രീതിയിൽ ഒരു തലയൊരു ആൾക്കാർ പതിയെ പുസ്തകം എന്റെ നേരെ നോക്കി ഒരു മൂത്രം ഒഴിക്കാനങ്ങ് എഴുന്നേറ്റ്. ഞാൻ പെറുക്കിയുള്ള വായന. ആര് നമ്മളൊന്നും അല്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് ഇവരങ്ങ് കണ്ണീന്ന് മറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ നേരെ നാട്ടിലൊന്ന് പള്ളിക്കിൽ നിന്ന് പാവുമ്പേ നിന്ന് തിരിഞ്ഞൊന്ന് നോക്കി. നമ്മളൊന്നും അല്ലല്ലോ. പതിയെ ഞാൻ അഠാനയിലോട്ടങ്ങ് കയറി. പള്ളിക്കിലും പാവുമ്പേ മൂത്രമൊഴി നിർത്തി നേരെ എന്റെ പുറകെ ഒന്ന് നിൽക്കുക. ബാക്കി ഒഴിക്കാനോ? മൂത്രം ഒഴിക്കാനെന്നോ? എന്റെ വായന കേൾക്കാൻ വേണ്ടി. കുറെ കഴിഞ്ഞപ്പം ഈ മുറ്റത്ത് മണ്ണ് വാരിയിട്ട താഴത്തില്ല അതുപോലെ ജനം. സദ്യ കഴിക്കാനോ? വായിക്കുന്ന ആരാന്നറിയാൻ വേണ്ടി. എടീ MC റോഡ് ബ്ലോക്ക് അല്ലായിരുന്നോ? അവസാനം സെക്രട്ടറി എന്നോട് പറഞ്ഞു മോഹനം വായന നടത്തണമെന്ന്. എന്നാ വർത്തമാനം? ഇത് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതിനെ കൂടുതൽ ജനമായില്ലയോ? എല്ലാവർക്കും ചോറ് കൊടുത്തു, സത്താവില്ലയോ? ചോറ് കൊടുത്തു വിടണ്ടേ? പള്ളിക്കലിന്റെയും പാവുമ്പയുടെയും മുന്നിൽ വെച്ച് അത് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മോഹനം വായന നിർത്തണമെന്ന് ആദ്യമായിട്ട് ഒരാൾ പറയുവാന്നേ. എനിക്കത് കൊണ്ട് ഞാനൊരു വെള്ള പേപ്പർ എടുത്ത് അപ്പത്തന്നെ എഴുതി കൊടുത്തു, ഈ അമ്പലത്തിൽ മോഹൻ ഇനി വായിക്കത്തില്ല. നിനക്ക് ഭ്രാന്താണോടാ? എടാ ഇവൻ വായിക്കുന്ന മുഴുവൻ തെറ്റ്, ഓരാത്തന്നെ തെറിയും. ഒടുവിൽ നാട്ടുകാരെല്ലാം കൂടെ പുതിയവും കൂടി ഇവനെ അമ്പലത്തിൽ നിന്ന് പുറത്താക്കി. ഇപ്പൊ തന്നെ തൊഴാൻ വരുന്നത് ബാക്കും മതി.